ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലായ പിടിയും കോഴിയും ഉണ്ടാക്കി നോക്കാം. അതിനാവശ്യമായ തേങ്ങ ആദ്യം ചിരവിയെടുക്കാം. 1 കപ്പ് റൈസ് ഫ്ലോറിൽ 1/2 മൂടി തേങ്ങ നമുക്ക് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. 2 സ്പൂണ് റൈസ് ഫ്ലോർ നമുക്ക് വേറൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ് ചെറിയ ഉള്ളി, ഗാർലിക്ക്, കുറച്ച് ജീരകം. ഇവ മൂന്നും നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം 2 കപ്പ് വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്ത് ബോയിൽ ചെയ്തെടുക്കാം. നന്നായിട്ട് തിളയ്ക്കണം. അതിൽ നമുക്ക് 1 സ്പൂണ് ഉപ്പ് കൂടെ ചേർക്കാം. ഈ ഉപ്പ് മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. ചെറിയ തേങ്ങയും അരിപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെടുത്തിട്ട് മിക്സ് ചെയ്ത അരിപ്പൊടിയും തേങ്ങയും കൂടെ ഉള്ളതിലേക്ക് കുറച്ചായി ഒഴിച്ച് നല്ലൊരു 1 സ്പൂൺ എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരല്പം തണുക്കുന്നത് വരെ വെച്ചതിന് ശേഷം മിക്സ് ചെയ്യാം. ആ ഇളം ചൂടിൽ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് കുഴയ്ക്കുക. കൈ ഒട്ടി പിടിക്കുകയാണെങ്കിൽ വെള്ളമോ എണ്ണയോ തേച്ച് ചെറിയ ഗോലി പോലുള്ള ഉരുണ്ടകളാക്കി തയ്യാറാക്കുക. എനിക്കധികം ഷേപ്പുള്ളതൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. പിന്നെ ബാക്കി നമ്മൾ നേരത്തെ തിളപ്പിച്ച മിശ്രിതമായ വെള്ളം കൂടെ ചേർക്കുക. അതവിടെ തിളക്കട്ടെ. ഈ 2 സ്പൂൺ അരിപ്പൊടി മാറ്റിയതിൽ ബാക്കിയുള്ള തേങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പം അതിലേക്ക് ഓരോ ഗോലി ആയിട്ടുള്ള അരി ഉണ്ടകളും എടുത്ത് നമ്മൾ മുട്ടാത്ത രീതിയിലേക്ക് അടുക്കി വയ്ക്കുക. ഇങ്ങനെ പരന്ന പാൻ എടുക്കുന്നതാണ് ഇതിന് നല്ലത്. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന വരെ ഇളക്കരുത്. അത് കഴിഞ്ഞിട്ട് തിള വരുമ്പം നമുക്ക് ജസ്റ്റ് 1 സ്പൂൺ കൊണ്ട് ഇളക്കി വിടാം. ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് ചെറിയ തീയിൽ തിളച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ 2 സ്പൂൺ അരിപ്പൊടിയും തേങ്ങയും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ല കട്ടിയായ നമ്മുടെ എന്താ പറയുക പിടി റെഡിയായി വരും. ഈ മിക്സ് ചെയ്തതിന് ശേഷം അധിക നേരം വെക്കരുത്. പെട്ടെന്ന് ഇളക്കിയിട്ട് ഓഫ് ചെയ്യാം. കുറച്ച് മെനക്കെട്ട പണിയാണെങ്കിലും ഈസിയിൽ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. ചെയ്ത് നോക്കൂ. നമുക്കിനി ചിക്കൻ ഉണ്ടാക്കാം. അപ്പം ചിക്കൻ ആവശ്യമായ വലിയ ഉള്ളി നന്നായിട്ട് സ്ലൈസ് ചെയ്തത്, പിന്നെ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തത്, പിന്നെ 2-3 പച്ചമുളക്. അപ്പോൾ ഒരു ചട്ടിയിൽ ഞാനിവിടെ മൺചട്ടി എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ വെളിച്ചെണ്ണ ക്ലൈമറ്റിന് നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ആദ്യം ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഒണിയൻ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഒണിയൻ ഒന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് നമ്മൾ പച്ചമുളകും കുറച്ച് കറി ലീവ്സും ചേർത്തൊന്ന് ഇളക്കുക. ഇനി നമുക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. ഒരു 1.5 സ്പൂണോളം മുളക് പൊടി, പിന്നെ 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. ഒരു ദിവസം വീഡിയോ ഇടാം. ഒരു 2-3 സെക്കൻഡ് നേരം നമുക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ശേഷം ഇളക്കിയതിന് ശേഷം നമുക്ക് 1 ഗ്ലാസ് വെള്ളം ചേർക്കാം.
പിടിക്ക് നന്നായിട്ട് ഗ്രേവി വേണം. ഒരു ഗ്ലാസ് അല്ല, ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങളും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചോളൂ. നല്ല ഗ്രേവി ആവശ്യമാണ് പിടിക്ക്. അത് കഴിഞ്ഞ് കുറച്ച് നേരം നമുക്ക് മൂടി വെച്ച് ചെറിയ തീയിൽ വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇടയ്ക്കിടയ്ക്ക് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ. പിന്നെ 1 സ്പൂണ് ഉപ്പും കൂടെ ചേർക്കാം. ഫൈനലായിട്ട് നമുക്കൊരു 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. അത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഓഫ് ചെയ്യാം. പിന്നെ പിടിയും ചിക്കനും നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല കോമ്പിനേഷനാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് വിനൂസ് വ്ലോഗ് ഫോർ യു. നല്ല നല്ല വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക്സ്. എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.